നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പരിപരുത്ത മണലിൽ കിടന്ന എന്നെ കാരുണ്യത്തിന്റെ രണ്ട് കരങ്ങൾ കോരിയെടുത്തത് ഓർമ്മയുണ്ട്. പിന്നെ തോളിലേക്ക് ചേർത്ത് കിടത്തിയതും ഒരു കുഞ്ഞിനെ പോലെ കരുതലോടെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും പാതിബോധത്തിൽ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പരിപരുത്ത മണലിൽ കിടന്ന എന്നെ കാരുണ്യത്തിന്റെ രണ്ട് കരങ്ങൾ കോരിയെടുത്തത് ഓർമ്മയുണ്ട്. പിന്നെ തോളിലേക്ക് ചേർത്ത് കിടത്തിയതും ഒരു കുഞ്ഞിനെ പോലെ കരുതലോടെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും പാതിബോധത്തിൽ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ആരാ ഹോസ്പിറ്റലിൽ എത്തിച്ച? അത് ആരാ മോളെ, നീ കണ്ടില്ലേ? അതാരാന്ന് എനിക്ക് അറിയില്ല സത്യമ്മേ. എന്താ കുട്ടി പറയുന്നത്? ജില്ലാ കളക്ടർ കളക്ടറല്ലേ സത്യമ്മ ഇവിടെ എത്തിച്ചത്? ആമീനും കമ്മീഷണറും പോലീസ് സന്നാഹങ്ങളുമായൊക്കെ ഹോസ്പിറ്റൽ മൊത്തം കീഴടങ്ങി പോയില്ലേ? എന്നിട്ടും കുട്ടിക്ക് മനസ്സിലായില്ല അത് ജില്ലാ കളക്ടറാണെന്ന്? ഞാൻ സത്യമ്മ ബോധം കെട്ട് വീണെന്നറിഞ്ഞ വെപ്രാളത്തില് അതൊന്നും ശ്രദ്ധിച്ചില്ല. ജില്ലാ കളക്ടറോ? അതേ സത്യാമ്മേ, ബോധം കെട്ട് റോഡിൽ കിടന്ന സത്യാമ്മേ റോഡിൽ നിന്നെടുത്ത് വണ്ടി കയറ്റിയത് ജില്ലാ കളക്ടറാ. സത്യാമ്മേ അവരുടെ ഔദ്യോഗിക വാഹനത്തിലാ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അതുമാത്രമല്ല, ഇവിടെ കാത്തുനിന്ന് സത്യാമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന് ഉറപ്പാക്കിയ ശേഷമാ അവര് മടങ്ങിയത്. ഷാലിനി, നീയോ? വിഷ്ണുവേട്ടൻ എന്തിനാ ഇത്രയും സന്തോഷിക്കുന്നത്? കുഞ്ഞേച്ചിയ കളക്ടറെന്ന് എന്തെങ്കിലും സൂചന കിട്ടിയോ? എടാ, താലിമാലകളൊക്കെ ചടങ്ങിന് എത്തിച്ചില്ലേ? എടാ വിഷ്ണു, താലിമാലകൾ ചടങ്ങിന് എത്തിച്ചില്ലേന്ന്? എത്തിച്ചു. ചടങ്ങൊക്കെ ഭംഗിയായിട്ട് നടന്നില്ലേ? അതമ്മ, അമ്മ ഹോസ്പിറ്റലിൽ അറിഞ്ഞപ്പോ പെട്ടെന്ന് പോന്നു. പിന്നെ അവിടെ എന്താ നടന്നേന്ന് അറിഞ്ഞൂടാ. എന്റെ ഫോൺ എവിടെ? ഫോൺ എവിടെ? സത്യമ്മേ, മാലിന്യം വരാൻ സംഭവിച്ചത്? ചിറ്റപ്പ, പത്രത്തിലും ചാനലിലും ഒക്കെ പടം വരും. മാലിന്യ പ്രശ്നം ഇത്രയും ലൈവായി നിൽക്കുമ്പോ നമുക്കത് മൈലേജാ. കോപ്പാണ്. ചിറ്റപ്പൻ എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞടി, എനിക്കിപ്പോ ഒരു കാര്യം പൂർണ്ണമായിട്ടും ബോധ്യമായി. നിന്നെയൊക്കെ അടിച്ചൊതുക്കാനേ ശാലിനിക്ക് IAS ഒരാവശ്യമില്ല. അത്രക്ക് ഷാർപ്പാ അവളുടെ ബുദ്ധി. അവള് പറഞ്ഞു തന്നെ ശരി. സിംഹക്കുട്ടി എപ്പോഴും ഒന്ന് വേറെ തന്നെ. അതാ ജനസിന്റെ ഗുണം കാണിക്കും. വേറെ വന്നേക്കുന്നു.
എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? സാറ് പോ. ഏയ്, ഇവിടെ ഉണ്ടാവണം. ഈ അഴുക്ക് മുഴുവൻ കോരി മാറ്റുന്നത് വരെ കുറച്ചു നേരത്തേക്ക് മണമടിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ജന്മം മുഴുവൻ ഈ മണം സഹിച്ച് ജീവിക്കുന്നവരാ ഞങ്ങള്. ആ, നിങ്ങൾ തുടങ്ങിക്കോ. എടീ, നമുക്ക് ഇടപെടാൻ പറ്റുന്ന കൂട്ടരൊന്നുമല്ല. നീ പറഞ്ഞ ശരിയാ. എന്നിട്ട് പിന്നെ എന്തുണ്ടാക്കാൻ അങ്ങോട്ട് പോയേ? അത് പിന്നെ കോളനിക്കാരെ പരിദേവനങ്ങൾ പറയുമായിരുന്നു, അതാ. അയ്യോ, പോലീസായി പോയില്ലടി, കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തോന്ന് പറഞ്ഞെന്ന്? പരിദേവനങ്ങളെ. ആ, ശരി. ഈ നാറ്റ് സഹിക്കാൻ വയ്യ ചിറ്റപ്പ, നമുക്ക് പോയാലോ? എന്റെ പൊന്നുമോളെ, ചതിക്കലടി. നമ്മൾ എന്തിനാ ഇത് സഹിക്കുന്നേ? ചിറ്റപ്പ, എനിക്ക് പടവും വേണ്ട, ചാനൽ കവറേജ് ഒന്നും വേണ്ട. മോളെ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ഈ ദുർഗന്ധം കുറച്ചു നേരത്തേക്ക് സഹിച്ചാൽ മതി. പക്ഷേ കോളനി വാർഡുകാരാണെങ്കിൽ ആയുഷ്കാലം മുഴുവൻ ഈ ദുർഗന്ധത്തിനൊപ്പം ജീവിക്കുന്നവരാ. എടി, നമുക്കൊരു മനുഷ്യത്വക്ക് വേണ്ടടി, അതാ. നല്ല ഭേഷായിട്ട് കിട്ടിയല്ലോ അല്ലേ? ഓ, തലവിധി. സ്വന്തം കാര്യം നോക്കി ആരും കാണാതെ അങ്ങ് സ്കൂട്ടായാൽ മതിയായിരുന്നു. അപ്പൊ ACPയുടെ പവർ ഒലക്ക. ഇനി ബാക്കിയുള്ളവരും കൂടെ അനുഭവിക്കണമല്ലോ. മോളെ, ഞാനൊരു ACP ആണ്. മാങ്ങാത്തൊലി മിണ്ടാതിരുന്നോണം. ഓ, മാറ്റം. പരിപരുത്ത മണലിൽ കിടന്ന എന്നെ കാരുണ്യത്തിന്റെ 2 കരങ്ങൾ കോരിയെടുത്തത് ഓർമ്മയുണ്ട്. പിന്നെ തോളിലേക്ക് ചേർത്ത് കിടത്തിയതും ഒരു കുഞ്ഞിനെ പോലെ കരുതലോടെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും പാതിബോധത്തിൽ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.